നമുക്ക് അരിപ്പത്തിരിയും അതേപോലെ തന്നെ വെള്ളക്കടല കറിയും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ച് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അരിമാവ് ഇട്ട് കൊടുത്ത് ഒന്ന് കിണ്ടിയെടുക്കാം. ചട്ടകത്തിൻ്റെ ചുവടുഭാഗം വെച്ചിട്ടാണ് ഞാൻ കുഴച്ച് കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് കിണ്ടി കൊടുത്തിട്ട് വെള്ളം കുറയാൻ പാടില്ല കേട്ടോ. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോഴത്തേനും ഹാർഡായിട്ടിരിക്കും. എന്നാൽ വെള്ളം കൂടാനും പാടില്ല. നല്ലൊരു പരുവത്തിലെടുക്കണം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഉണ്ടോ നമുക്ക് പൊടിയൊന്നും ഇടാതെ തന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും. സാധാരണ പത്തിരി നമ്മൾ പൊടിയിട്ട് ചുടുമല്ലോ, അത് പൊടിയിടാതെ തന്നെ നമുക്ക് നല്ല ഉണ്ടോ പൊള്ളിച്ച് വരും. നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇനി അതിനായിട്ടുള്ള കറിക്കാണ് ഞാൻ വെള്ളക്കടല ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അടുപ്പത്ത് ചട്ടി വെച്ച് കടുകിട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് തക്കാളിയും കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് വേവിച്ച കടല അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിനായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും തേങ്ങായിട്ട് അരച്ചതാണ്. ഇനി നമുക്ക് മല്ലിപ്പൊടി, പെരിഞ്ജീരകം, ഗരം മസാല ഇത്രയും ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് കറി റെഡിയായേ. ഇനി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. പരിപ്പത്തിരിയും അതേപോലെ തന്നെ കടലക്കറിയും കൂട്ടി നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ അടുപ്പത്ത് ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തേക്കണം. കാരണം അന്നേരം ചെയ്യുന്ന ജോലി നമ്മൾ അന്നേരം ക്ലീൻ ആക്കുകയാണെങ്കിൽ ജോലി വളരെ എളുപ്പമായിരിക്കും. അതിൻ്റേതായ പാത്രങ്ങളും ഇപ്പോൾ കറി വെച്ച് വേവിച്ച കുക്കറും അതേപോലെ തന്നെ നമ്മൾ മാവ് കുഴച്ച ആ ചരുവവും ആ പ്ലേറ്റും അന്നേരം ഉള്ള ജോലി നമ്മൾ അന്നേരം തന്നെ തീർത്താൽ നമുക്ക് പിന്നെ അടുത്ത ജോലി വരുമ്പോഴത്തേനും നല്ല അടുക്കള നല്ല ക്ലീനായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ അന്നേരം കൂട്ടിയിടാതെ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകിയെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അരച്ച മിക്സി അതേപോലെ തന്നെ അതും കഴുകിയെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കിച്ചൺ ക്ലീനായിട്ട് തന്നെ കിടക്കും. അപ്പോൾ മാവിൽ അന്നേരം തന്നെ നമ്മൾ കുഴച്ച മാവ് വെള്ളം ഒഴിച്ചിടുകയാണ് കുതിർന്ന് അതിൻ്റെ ആ മാവെല്ലാം പോയി കിട്ടും കേട്ടോ. ഇപ്പോൾ പാത്രവും ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സിങ്കും കൂടെ അപ്പം തന്നെ കൈയോടെ ഒന്ന് തേച്ചിട്ട് നമുക്ക് രാവിലത്തെ പണി അടുക്കള ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പം നല്ല ചൂടോടെ കൂടി തന്നെ കഴിക്കുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റായിരിക്കും. നല്ല ചൂട് അരിപ്പത്തിരിയും അതേപോലെ കടലക്കറി. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.